വിപിൻ ഈ പറഞ്ഞതുപോലെ തൃശ്ശൂർ സുരേഷ് ഗോപി എന്നൊരു MP BJP കൊടുത്ത ഇടം കൂടിയാണ്. തൃശ്ശൂരിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? തൃശ്ശൂർ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്കൊക്കെ അത്യാവശ്യം ആധിപത്യമുള്ള അവർക്കൊക്കെ വോട്ട് ബാങ്കുകൾ ഇടം കൂടിയാണ്. അപ്പോൾ തൃശ്ശൂരിലെ സന്ദർശനത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞു വെക്കും? പ്രത്യേകിച്ച് B ഗോപാലകൃഷ്ണനൊക്കെ പ്രത്യേക രാഷ്ട്രീയങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വർഗീയ അജണ്ടകൾ അടക്കം ആ തോതിൽ ഒക്കെയുള്ള ചില പ്രസ്താവനകൾ നടത്തിക്കഴിഞ്ഞ ഇടം കൂടിയാണ്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? സുഹൈൽ, പാലക്കാട്ടെ പൊതുസമ്മേളനത്തിന് ശേഷം 4:30 കൂടിയാണ് പ്രധാനമന്ത്രി തൃശ്ശൂരിലേക്ക് എത്തുന്നത്. ഇവിടെ കുട്ടനെല്ലൂരിലെ ഹെലിപാഡിൽ വന്നിറങ്ങുന്ന അദ്ദേഹം പിന്നീട് സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് റോഡ് ഷോ ആരംഭിക്കുന്നത്. അതായത് ജനറൽ ആശുപത്രിക്ക് സമീപത്ത് നിന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉള്ളത്. ഏകദേശം ഒരു 900 മീറ്റർ അത്രയും സ്ഥലമാണ്, അതായത് ബിനി ജംഗ്ഷൻ വരെയാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് BJPയെ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസവും ആവേശം നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഏകദേശം 50,000-ഓളം ആളുകളെയാണ് ഈ ഒരു 900 മീറ്ററിനുള്ളിൽ അണിനിരത്താൻ ഇപ്പോൾ BJP ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുന്നു. പല ഭാഗങ്ങളിൽ നിന്നായി BJP പ്രവർത്തകർ ഒപ്പം തന്നെ അനുഭാവികളെല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ ഒരു കാഴ്ചയുള്ളത്. ഒപ്പം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും ഇന്ന് പ്രസംഗിക്കുക എന്നുള്ളതാണ്. ഇതിനു മുൻപ് അദ്ദേഹം കൊച്ചിയിൽ എത്തിയ ഒരു സമയത്ത് തന്നെ അത് സർക്കാരിനെതിരെ, കോൺഗ്രസിനെതിരെ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള കൂട്ടുകെട്ട്, PDPയുമായിട്ടുള്ള കൂട്ടുകെട്ട് ഉൾപ്പെടെ അദ്ദേഹം പ്രസംഗത്തിൽ അന്ന് പറഞ്ഞു വെച്ചിരുന്നു. പക്ഷേ മറ്റ് വികസന കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നില്ല. ഇപ്രാവശ്യം വികസിത കേരളം മോദിയിലൂടെ എന്നുള്ളതാണ് BJP ഉയർത്തുന്ന പ്രധാനമായിട്ടുള്ള ഒരു അജണ്ട. അതിൻ്റെ ഒപ്പം A ക്ലാസ് മണ്ഡലം, അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുന്നതിനും A ക്ലാസ് മണ്ഡലങ്ങളുടെ എണ്ണവും കൂട്ടിക്കൊണ്ടാണ് ഇപ്രാവശ്യം ആദ്യം മുതൽ തന്നെ ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനം BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് എത്രത്തോളം ഫലം കാണും എന്നുള്ളത് കൂടിയാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നരേന്ദ്രമോദി നേരിട്ടെത്തുന്നത്. അദ്ദേഹം ഇനി 4-ാം തീയതിയാണ് വരുന്നത്. അത് കോട്ടയത്തേക്കാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ക്രിസ്ത്യൻ വോട്ട് ബാങ്ക്, ന്യൂനപക്ഷ വോട്ടും ഒക്കെ തന്നെ BJP ലക്ഷ്യം വെക്കുന്നു. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് കോട്ടയം തെരഞ്ഞെടുക്കുകയും പാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഒരു സ്റ്റാർ ക്യാമ്പയിനർ ആയി ഒരു പ്രചാരണത്തിന് 3-ാമത്തെ ഘട്ടത്തിലേക്ക് അവസാന ലാപ്പിൽ വന്നിറങ്ങാൻ പോകുന്നത്. അതിന് തൊട്ടു മുൻപ് അദ്ദേഹം ഇതാ തൃശ്ശൂരിലേക്ക് എത്തുന്നു. A ക്ലാസ് മണ്ഡലമാണ്. ഇവിടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക, വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.